ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 2 കിലോ ഹാഷിഷ് ഓയിലും 18 കിലോ കഞ്ചാവുമായി 4 യുവാക്കളെ എക്സൈസ് പിടികൂടി. എടത്തിരുത്തി ഏറാക്കലിൽ കുടിവെള്ള വിതരണ പൈപ്പ് വീണ്ടും പൊട്ടി. 10ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പാവർട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ ശുദ്ധജല വിതരണത്തിന് ഉപയോഗിക്കുന്ന ജലസംഭരണി തകർച്ചയിൽ. വരവൂർ പിലക്കാട് പാടശേഖരത്തിൽ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പിലക്കാട് സ്വദേശികളായ കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. മാള പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിയ ബെയിലിംഗ് യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. പ്ലാസ്റ്റിക് സാധനങ്ങൾ ചാക്കിൽ കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരിവേട്ട. 18 കിലോ കഞ്ചാവും 2 കിലോ ഹാഷിഷ് ഓയിലുമായി 4 പേർ അറസ്റ്റിൽ. ചാവക്കാട് എടക്കഴിയൂർ ചിന്നയ്ക്കൽ ഷാഫി, അകലാട് മൂന്നൈനി കളപ്പുരയ്ക്കൽ അക്ബർ, അണ്ടത്തോട് വലിയകത്ത് നിയാസ്, പാലയൂർ രായമരയ്ക്കാർ അബ്ദുൾ റഹ്മാൻ എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ PM പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അന്തർ സംസ്ഥാന ലഹരി സംഘത്തിലെ പ്രധാനികളാണ് ഇവരെന്നാണ് കരുതുന്നത്. ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും ചാവക്കാട് തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ചില്ലറ വിൽപ്പന നടത്തുകയാണ് ഇവരുടെ പതിവെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന്റെ സഹായത്തോടെ ചാവക്കാട് റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ മേഖലയിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രതികൾ വലയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. കയ്പമംഗലം ചളിങ്ങാട് MDMA-യുമായി യുവാവ് പിടിയിൽ. വഴിയമ്പലം സ്വദേശി പുന്നയ്ക്കത്തറ രതീഷാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് കയ്പമംഗലം പോലീസും തൃശൂർ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് MDMA പിടിച്ചെടുത്തത്. പരിശോധനയിൽ സിറിഞ്ചുകളും തൂക്കം നോക്കുന്ന മെഷീനും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 1 വർഷത്തോളമായി കയ്പമംഗലം കേന്ദ്രീകരിച്ച് ഇയാൾ MDMA വിൽപ്പന നടത്തിവരുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI KS സൂരജ്, ഡാൻസ് ഓഫ് SI CR പ്രദീപ്, ASI I ലിജു യാനി, സീനിയർ CPO ബിജു, നിശാന്ത്, മുഹമ്മദ് റാഫി, ഗിരീഷ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എടത്തിരുത്തി ഏറാക്കലിൽ കുടിവെള്ള വിതരണ പൈപ്പ് വീണ്ടും പൊട്ടി. കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയിലാണ് പണി പൂർത്തിയാക്കി പമ്പിംഗ് ആരംഭിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെ കഴിഞ്ഞ ദിവസം പൈപ്പ് മാറ്റിയ ഭാഗത്തു നിന്നാണ് വീണ്ടും ചോർച്ചയുണ്ടായത്. വലിയ അളവിൽ വെള്ളം പുറന്തള്ളിയതോടെ പമ്പിംഗ് നിർത്തിവച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് തീരദേശത്തെ 10 പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പാവർട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ ശുദ്ധജല വിതരണത്തിന് ഉപയോഗിക്കുന്ന മരുതയൂരിലെ ജലസംഭരണി തകർച്ചയിൽ. പ്ലാസ്റ്ററിംഗ് ഭൂരിഭാഗവും അടർന്നു വീണ നിലയിലും കമ്പികൾ തുരുമ്പിച്ച് പുറത്തുവന്ന അവസ്ഥയിലുമാണ്. ഇതേ തുടർന്ന് സംഭരണശേഷിയുടെ 4/1 വെള്ളം മാത്രമാണ് ഇപ്പോൾ സംഭരിക്കുന്നത്. വിതരണത്തിന്റെ അളവും കുറഞ്ഞതോടെ തീരമേഖലയിൽ ശുദ്ധജലക്ഷാമവും രൂക്ഷമായി. തകർച്ചയിലായ ജലസംഭരണി ഉടൻ നന്നാക്കണമെന്നും ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി സെക്രട്ടറി നിസാർ മരുതയൂർ അധ്യക്ഷനായി. NJ ലിയോ, AK ഷിഹാബ്, അഫ്സൽ പാലുവായ്, CS രാജൻ, PV കുട്ടപ്പൻ, ഭാസ്കരൻ മന്നത്ത്, KC ഖാദർമോൻ, വർഗീസ് പാവർട്ടി, PK അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വരവൂർ പിലക്കാട് കാട്ടുപന്നിയെ പിടികൂടുവാൻ പാടശേഖരത്തിൽ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരന്മാർ മരിച്ചു. തളി പിലക്കാട് സ്വദേശികളായ കുണ്ടന്നൂർ ചീരമ്പൂർ വീട്ടിൽ 60 വയസ്സുള്ള രവീന്ദ്രൻ, 56 വയസ്സുള്ള അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് സഹോദരന്മാരെ പാടത്ത് മരിച്ചു കിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത്. ഇവരുടെ ബന്ധുവായ മണിയെന്ന് വിളിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള പുല്ല് മൂടിക്കിടക്കുന്ന പാടത്തിന് ചുറ്റുഭാഗത്തും പല ഭാഗങ്ങളിലും കാട്ടുപന്നിയെ പിടികൂടുവാൻ ഇരുമ്പ് കമ്പി കെട്ടിയിട്ടുണ്ട്. സമീപത്തെ മോട്ടോർ പുരയിൽ നിന്നാണ് ഇതിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നത്.
രാത്രിയിൽ മീൻ പിടിക്കാൻ പാടശേഖരത്തിലുള്ള പനങ്കുറ്റിക്കുളത്തിന് സമീപത്തേക്ക് പോകുമ്പോഴാണ് കമ്പിയിൽ ചവിട്ടി ഇരുവർക്കും ഷോക്കേറ്റത്. ഇരു മൃതദേഹങ്ങളും അടുത്തടുത്താണ് കിടന്നിരുന്നത്. പിടികൂടിയ മത്സ്യങ്ങളും ടോർച്ചും മൊബൈൽ ഫോണും സമീപത്ത് കണ്ടെത്തി. അരവിന്ദാക്ഷൻ അവിവാഹിതനാണ്. രണ്ടുപേരും തറവാട്ടിലാണ് താമസം. കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ CR സന്തോഷ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ, SI U മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പന്നിയെ വേട്ടയാടിയ സംഭവത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കേസെടുത്തിട്ടുണ്ട്. KSB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തർക്കങ്ങളും വിവാദങ്ങളും നിറഞ്ഞ മാള പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിയ ബെയിലിംഗ് യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. ഇതുമൂലം ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ സംസ്കരിക്കാനാകാതെ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന നിലയിലാണ്. ബെയിലിംഗ് യന്ത്രം ഉപയോഗിച്ചാൽ ഇപ്പോഴുള്ളതിന്റെ 30% സ്ഥലം മാത്രമാണ് ആവശ്യമുള്ളൂ എന്നിരിക്കെയാണ് ഈ അനാസ്ഥ. ബെയിലിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിനായി ഇതിനകം 3 തവണയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് പരിശീലനം നൽകിയിട്ടുള്ളത്. ബെയിലിംഗ് യന്ത്രത്തിന് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിന് മാള പഞ്ചായത്ത് നടപടിയെടുക്കാത്തതാണ് തടസ്സമായിട്ടുള്ളത്. ഇതിനായി 3 ഫേസ് കണക്ഷൻ ആവശ്യമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ ബെയിലിംഗ് യന്ത്രം ചാക്കുകെട്ടുകൾക്കിടയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. മാളക്കടവിനോട് ചേർന്നുള്ള സ്ഥലത്ത് പ്രവർത്തിക്കുന്ന MCF സ്ഥലപരിമിതിയുടെ പേരിൽ മാറ്റി മറ്റൊരു സ്ഥലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം നടത്താനുള്ള ശ്രമത്തിലാണ്. MCFൽ ശേഖരിക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഓരോ മാസവും ശരാശരി 14 ടൺ പ്ലാസ്റ്റിക് അടക്കമുള്ള സാധനങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിൽ നിന്ന് തരംതിരിച്ച് ശുചിത്വ കേരള മിഷൻ വഴി കയറ്റിവിടുന്നത് ശരാശരി 7 ടൺ മാത്രമാണ്. ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് മുതൽ ചെരുപ്പ്, വസ്ത്രങ്ങൾ, ചില്ല്, ആക്രി സാധനങ്ങൾ വരെയാണ് ഹരിതകർമ്മസേന ശേഖരിച്ച് തരംതിരിച്ച് നൽകുന്നത്. 2021 ജൂലൈ മാസത്തിൽ 2 പേരുമായി പ്രവർത്തനം തുടങ്ങിയ ഹരിതകർമ്മസേനയിൽ ഇപ്പോൾ 38 പേരാണുള്ളത്. TCV മാള. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M ജോണി എന്നിവർ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തുള്ള 20ഓളം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു. ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് മുൻവശത്ത് ആരംഭിച്ച നിരാഹാര സമരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഷൈജൻ വത്സൻ, MV ബിജു, അക്ബർ പേരകം, ജവഹർ വെട്ടത്ത, VS സുനീവ്, സുവർണ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധർ താവളമാക്കി അനാശാസ്യ പ്രവർത്തനങ്ങളും മോഷണങ്ങളും വർദ്ധിച്ചിട്ടും ബന്ധപ്പെട്ടവർ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് സമരം നടത്തുന്നതെന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു. പിന്നെ ഈ ഗുണ്ടാ സംഘങ്ങളിൽ പുറത്തുകൊണ്ട് ഉള്ള ഒരു സംസാരം അത് ശരിയുള്ളവരല്ല. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോക്ക് നടത്തി. UDF അംഗങ്ങളായ OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ എന്നിവരാണ് ഭരണസമിതി യോഗ തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോക്ക് നടത്തിയത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ബ്ലോക്ക് സെന്ററിലുള്ള അയ്യങ്കാളി സ്മാരക പട്ടികജാതി വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറി ഒഴിപ്പിക്കൽ വിഷയത്തിൽ മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നടന്ന തദ്ദേശ അദാലത്തിലെ ഒത്തുതീർപ്പ് നിർദ്ദേശം LDF നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി തള്ളി. ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സ്വാഭാവിക നീതി നിഷേധിക്കുന്ന മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് ഭരണപക്ഷത്തിന്റേതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് OJ ഷാജൻ പറഞ്ഞു. പാവപ്പെട്ടവർ, സാധാരണക്കാർ, അവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി തൃശൂർ ജില്ല തദ്ദേശ അദാലത്തിൽ പങ്കെടുത്തപ്പോൾ അതിനനുസൃതമായി ഒരു തീരുമാനം അദാലത്തിൽ നിന്നുണ്ടായിട്ടും ഇടതുപക്ഷം ഭരിക്കുന്ന മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ആ തീരുമാനത്തെ തള്ളുന്ന തരത്തിലാണ് ഇന്ന് ഈ ഭരണസമിതി യോഗത്തിൽ ഉണ്ടായത്. ഇത് തികച്ചും മനുഷ്യത്വരഹിതമായ, നീതിരഹിതമായ ഒരു തീരുമാനമാണ് എന്ന് പറയേണ്ടി വരുന്നു. ആ തീരുമാനത്തിനോട് ഞങ്ങൾ വിയോജിച്ചു. ഒപ്പം CPIയുടെ അംഗവും വിയോജിച്ചുകൊണ്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തുകയാണ് ചെയ്തത്. ഭരണപക്ഷത്തെ CPI അംഗം നിഷ സുരേഷും തീരുമാനത്തിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി. അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം തെറ്റാണെന്നോ വാടക കരാർ പുതുക്കി നൽകണമെന്നോ മന്ത്രി പറഞ്ഞിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പറഞ്ഞു. ഇരു കൂട്ടരുടെയും വാദം കേൾക്കുന്നതിനു പകരം ഭരണപക്ഷത്തെ കേൾക്കാതെയാണ് അദാലത്തിലെ നിർദ്ദേശമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി.
പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി, ഇ ടി ടൈസൺ എംഎൽഎ മുഖ്യാതിഥിയായി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല, സായിദ മുത്തുക്കോയത്തങ്ങൾ, ഹേമലത രാജ്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. 508 കെട്ടിടങ്ങൾ ഇതിൽ പൂർത്തിയായി കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഏതാണ്ട് 4500 കോടിയോളം രൂപയാണ് കഴിഞ്ഞ 8 വർഷം ഇവിടെ ചെലവ്. കയ്പമംഗലം മണ്ഡലത്തിൽ പെരിഞ്ഞനം ഗവൺമെൻറ് യു പി സ്കൂളിലെ ഒരു കെട്ടിട നിർമ്മാണം ആണ് ഇവിടെ ഇന്ന് തറക്കല്ലിടുന്നത്. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എംഎൽഎ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പി ജെ സ്മിത, വി ബി സിന്ധു, കെ എ കുഞ്ഞുമോൾ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ പ്രസക്തമായ ഘാതകമായ കാര്യങ്ങൾ ഇവിടെ മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജനഹൃദയങ്ങളിൽ ഇടം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട അത്യാവശ്യം കാര്യമുള്ളതിനാൽ അത് സംസ്ഥാന സ്കൂൾ കബഡി മത്സരത്തിൽ പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത ജില്ലാ ടീം സംസ്ഥാന ചാമ്പ്യന്മാരായി. പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗത്തിലാണ് ജില്ലാ ടീം ചാമ്പ്യന്മാരായത്. ജില്ലാ ടീമിന് വേണ്ടി പഴഞ്ഞി കബഡി അക്കാദമിയിലെ എ എസ് ആഷിമ, കെ എസ് സാന്ദ്ര, കെ എച്ച് ആര്യ, ടി എസ് മാളവിക, കെ എസ് നിവേദ്യ, കെ വി വൈഗ എന്നിവരാണ് കളിച്ചത്. ടൂർണമെന്റിലെ മികച്ച താരമായി എ എസ് ആഷിമയെ തിരഞ്ഞെടുത്തു. സംസ്ഥാന ടീമിലും എ എസ് ആഷിമ സ്ഥാനം പിടിച്ചു. പരിശീലകരായ ലിജോ സി ജോർജ്, ഏഷ്യാം, ഗവൺമെന്റ് സ്കൂളിലെ കായിക അധ്യാപകൻ കെ സുജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലാ ടീം മിന്നും ജയം നേടിയത്. കുവൈറ്റിൽ ഇറാനിയൻ വാണിജ്യ കപ്പൽ അപകടത്തിൽ മരിച്ച മണലൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു. വിളക്കേത്ത് ഹരിദാസന്റെ മകൻ 26 വയസ്സുള്ള ഹനീഷാണ് മരിച്ചത്. ഇറാനിയൻ കപ്പലിൽ ഡെക്ക് ഓപ്പറേറ്ററായിരുന്നു ഹനീഷ്. 1 മാസം മുമ്പാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഹനീഷ് ഇറാനിയൻ കപ്പലിൽ ജോലിക്കായി ചേർന്നത്. ഇതേസമയം കപ്പൽ അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. ഈ സർക്കാർ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് എല്ലാവരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന തലപ്പിള്ളി കുന്നംകുളം താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 74 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എം പി കെ രാധാകൃഷ്ണൻ, എംഎൽഎ എ സി മൊയ്തീൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വില്ലേജുകളിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വരെ ചങ്ങലബന്ധിതമായിട്ടുള്ള ഈ ഗവേണൻസ് സംവിധാനത്തെ സ്വാർത്ഥകമാക്കി വലിയ അളവിൽ സ്മാർട്ടായി റവന്യൂ വകുപ്പിന്റെ നടപടികളെ കൊണ്ടുപോകണമെന്നും എറണാകുളത്തെ കമ്പനിയിൽ ഇന്റർവ്യൂവിന് പോയി മടങ്ങിയ ചേലക്കര സ്വദേശി ട്രെയിനിൽ നിന്ന് വീണു മരിച്ചു. ചേലക്കര മായന്നൂർക്കാവ് വടക്കേപ്പാറമേൽ 52 വയസ്സുള്ള എം ഡി സജീവാണ് മരിച്ചത്. വെള്ളിയാഴ്ചയാണ് ട്രെയിനിൽ നിന്ന് വീണതെന്ന് കരുതുന്നു. ചാലക്കുടി മുരിങ്ങൂർ റെയിൽവേ ട്രാക്കിൽ വെച്ചായിരുന്നു സംഭവം. ഒക്ടോബർ 2-നാണ് എറണാകുളത്തേക്ക് പോയത്. 3-ാം തീയതി ഉച്ച മുതൽ ഫോണിൽ കിട്ടാതായപ്പോൾ ബന്ധുക്കൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്നുള്ള അന്വേഷണത്തിൽ ഫോൺ ലൊക്കേഷൻ തിരിച്ചറിഞ്ഞാണ് മുരിങ്ങൂരിൽ പരിശോധന നടത്തിയത്. പാളത്തിന് തൊട്ടടുത്ത് കുറ്റിക്കാട്ടിൽ കണ്ടെത്തിയ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. 30 വർഷത്തോളം ഗൾഫിലായിരുന്ന സജീവ ഈയിടെയാണ് ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്തിയത്. എടത്തിരുത്തി ഐനിച്ചോട് 2 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദ്രാപിന്നി കണ്ണംപുള്ളിപ്പുറം സ്വദേശി മേനോത്തുപറമ്പിൽ അതുലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. എടത്തിരുത്തി ഐനിച്ചോട് സ്വദേശികളായ ഭാസി, അജയ്കുമാർ എന്നിവരെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്.
ഇക്കഴിഞ്ഞ 2-നാണ് വാക്കുതർക്കത്തെ തുടർന്ന് അതുൽ ഇരുവരെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി കടങ്ങോട് പാറപ്പുറത്ത് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ 5 യുവാക്കൾക്ക് പരിക്കേറ്റു. പുതുരുത്തി സ്വദേശികളായ അതുൽ, റാഫി, അനൂജ്, ഏൻവിൻ, അലൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. റോഡിൽ 3 തവണ മറിഞ്ഞ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിൽ ഇടിച്ചു നിന്നു. കാർ താഴ്ചയിലുള്ള പാടത്തേക്ക് മറിയാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡരികിലുണ്ടായിരുന്ന സ്കൂട്ടറിലും കാർ ഇടിച്ചു. കാർ പൂർണ്ണമായും തകർന്നു. സ്കൂട്ടറിനും ട്രാക്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവും 1,50,000 രൂപ പിഴയും ശിക്ഷ. പുന്നയൂർ എടക്കര സ്വദേശി പുത്തൻതറയിൽ വീട്ടിൽ അഷ്റഫിനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2018-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയ്, അഭിഭാഷകരായ രഞ്ജിക, കെ എൻ അശ്വതി, സിന്ധു എന്നിവർ കോടതിയിൽ ഹാജരായി. സ്വകാര്യ ബസ് ബൈക്ക് യാത്രികന്റെ ശരീരത്തിലേക്ക് ചെളി തെറിപ്പിച്ചതിനെ തുടർന്ന് ബസ് തടഞ്ഞു. ശനിയാഴ്ച രാവിലെ കരുവന്നൂർ രാജ കമ്പനി സ്റ്റോപ്പിലാണ് സംഭവം. വെള്ളാങ്കല്ലൂർ സ്വദേശി അബ്ദുൾ ജബ്ബാർ എന്നയാൾക്ക് ചെറിയ പാലം സ്റ്റോപ്പ് പരിസരത്തുള്ള റോഡിലെ കുഴികളിൽ നിന്നാണ് പുറകിൽ വന്നിരുന്ന MS മേനോൻ ബസ് ചെളി തെറിപ്പിച്ച് കടന്നുപോയത്. വെള്ളവസ്ത്രം ധരിച്ചിരുന്ന ജബ്ബാറിന് തുടർന്നുള്ള യാത്ര സാധ്യമാകാത്ത തരത്തിൽ വസ്ത്രത്തിലാകെ ചെളിയാവുകയായിരുന്നു. ബസിനെ പിന്തുടർന്ന് ബസ് തടഞ്ഞിടുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. നാട്ടുകാരും വിഷയത്തിൽ ഇടപെടുകയും ബൈക്ക് യാത്രികന് നഷ്ടപരിഹാരമായി 1000 രൂപ നൽകുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് ബസ് ജീവനക്കാർ അംഗീകരിച്ചില്ല. ഇതോടെ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരു കൂട്ടരോടും സ്റ്റേഷനിൽ ഹാജരാകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ബാല്യകാല സഖിയുടെ 80ാം വാർഷികാചരണം ഇരിങ്ങാലക്കുട ഗേൾസ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. വാർഷികാചരണത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് നിർവഹിച്ചു. BRC ഡയറക്ടർ KR സത്യബാലൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PR ഷഹൻഷാ, ഖാദർ പട്ടേപ്പാടം, ഡോക്ടർ KR ബീന തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനെല്ലൂർ സെന്റ് ജൂഡ് ലത്തീൻ പള്ളിയിലെ വിശുദ്ധ യൂദാസ് ലീഹായുടെ ഊട്ടുതിരുനാൾ വ്യാഴാഴ്ച ആഘോഷിക്കും. ഞായറാഴ്ച വൈകിട്ട് 5-ന് കൊടിയേറ്റം നടക്കും. ഫാദർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ മിഥുൻ മെൻഡസ് വചന പ്രഘോഷണം നടത്തും. ബുധനാഴ്ച തിരുശേഷിപ്പ് വണക്കവും പടവരാട് ജംഗ്ഷൻ വരെ പ്രദക്ഷിണവും നടക്കും. ദിവ്യബലിക്ക് ഫാദർ ജൈജു ഇലത്തിങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഊട്ടുതിരുനാൾ ദിനമായ വ്യാഴാഴ്ച നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ഫ്രാൻസൺ കുരിശിങ്കൽ, ജനറൽ കൺവീനർ കോളിൻസ് ചക്കാലയ്ക്കൽ, ഷാജൻ വളപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം അബോധാവസ്ഥയിൽ കണ്ടെത്തിയ വയോധികൻ മരിച്ചു. വെള്ളിയാഴ്ചയാണ് മത്സ്യമാർക്കറ്റിന് സമീപം അജ്ഞാതനായ വയോധികനെ അബോധാവസ്ഥയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ 0488 22 22 11 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി തൃശൂർ 24 കേരള ബറ്റാലിയൻ NCCയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജേത്രിയായ M പത്മിനിയെ വീട്ടിലെത്തി ആദരിച്ചു. കമാൻഡിംഗ് ഓഫീസർ കേണൽ MT ബ്രിജേഷ് പൊന്നാടയും ഉപഹാരവും നൽകി ടീച്ചറെ ആദരിച്ചു. മേജർ PJ സ്റ്റൈജു അധ്യക്ഷത വഹിച്ചു. 24 കേരള ബറ്റാലിയനിലെ ജഗ്രൂപ് സിംഗ്, CL ലിനേഷ്, ഡെന്നിസ് ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ചേർപ്പ് മിനി സിവിൽ സ്റ്റേഷനിൽ എസ്റ്റേറ്റ് കമ്മിറ്റി പുനഃക്രമീകരണം നടന്നു. സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ നിലവിലുള്ള എസ്റ്റേറ്റ് കമ്മിറ്റി ചുമതലകൾ നിർവഹിക്കില്ലെന്ന പരാതികളെ തുടർന്നാണ് MLA അടിയന്തരമായി എസ്റ്റേറ്റ് കമ്മിറ്റി പുനഃക്രമീകരണത്തിനായി നടപടി സ്വീകരിച്ചത്. മിനി സിവിൽ സ്റ്റേഷനിൽ 1.25 കോടി രൂപയുടെ ലിഫ്റ്റ് നിർമ്മാണവും
പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും കുടിവെള്ള വിതരണത്തിനായി MLA ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വാട്ടർ കിയോസ്ക് നിർമ്മാണവും വേഗത്തിൽ പൂർത്തീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA നിർദ്ദേശം നൽകി. യോഗത്തിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം വിജി വനജകുമാരി, പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ് കള്ളിയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി ഓട്ടുപാറ എക്സലന്റ് മെഡിക്കൽ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടെസി റോണിക്ക് വുമൺ മെന്റർ ഓഫ് ദി ഇയർ പുരസ്കാരം. സാമൂഹ്യ സേവന രംഗത്തെ മികച്ച സംഭാവനകൾ മുൻനിർത്തി ഗ്ലോബൽ എംപയർ ഐക്കൺ ഓഫ് ഏഷ്യ വുമൻസ് ലീഡേഴ്സ് ഫോറമാണ് പുരസ്കാരം നൽകിയത്. 26 വർഷക്കാലമായി വിദേശത്തും സ്വദേശത്തുമായി സദാ സേവനനിരതയായ ഡോക്ടർ ടെസി ഏഷ്യക്കാർക്കായി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിരവധി ലേഖനങ്ങളും എഴുതുന്നുണ്ട്. ഡൽഹി റാഡിസൺ ബ്ലൂ ദ്വാരകയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോൺസുലർ ക്രോപ്സ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഫോറിൻ മിനിസ്റ്റർ KL ജഞ്ജുവിൽ നിന്ന് ഡോക്ടർ ടെസി അവാർഡ് ഏറ്റുവാങ്ങി. ദ ലിബർലാൻഡ് പ്രസിഡന്റ് വിറ്റ് ജെറ്റ്ലിക്ക, സൈക്കൽലെസ് കൾച്ചറൽ അംബാസഡർ ഡോക്ടർ ദീപക് സിംഗ്, ഗ്ലോബൽ എംപയർ MD അഡ്വക്കേറ്റ് ജഡ്വീർ സിംഗ് ബിന്ദ്ര എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സാമൂഹിക പ്രവർത്തക, എഴുത്തുകാരി എന്നിവയ്ക്ക് പുറമെ മികച്ചൊരു ചിത്രകാരി കൂടിയാണ് ഡോക്ടർ ടെസി. ചിറ്റിലപ്പള്ളി റോണി ജോണാണ് ഭർത്താവ്. ആൽവിൻ, സോന എന്നിവർ മക്കളാണ്. ഗുരുവായൂർ നഗരസഭയുടെ അധീനതയിലുള്ള ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ AK അജിതകുമാരി മുഖ്യാതിഥിയായിരുന്നു. അന്ന് നമ്മളെ അടഞ്ഞു പോവുകയും പൊതുവിദ്യാലയമായി നിൽക്കില്ല എന്ന നൊമ്പരമുണ്ടാക്കിയ കാര്യമാണ്. വല്ലാതെ ഗുരുവായൂർ പേരകം സപ്താഹ കമ്മിറ്റിയുടെ 6ാമത് ഭാഗവത സപ്താഹ യജ്ഞം ഞായറാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മാതൃസമിതിയുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കും. വൈകിട്ട് മുതുവട്ടൂർ ചെട്ടിയാലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് യജ്ഞവേദിയിലേക്ക് ഭാഗവത ഗ്രന്ഥവും വിഗ്രഹവുമായി ഘോഷയാത്ര ഉണ്ടാകും. സ്വാമി ശങ്കരവിശ്വാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ഭാരവാഹികളായ ബാബു കളത്തിൽ, ബാലസുബ്രഹ്മണ്യൻ, ബേബി കരിപ്പൂട്ടിൽ, KR ചന്ദ്രൻ, ഭാസ്കരൻ കളത്തൂപ്പുറത്ത്, സഹദേവൻ തറയിൽ, KP പ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാത്രമംഗലം പാലത്തിന് സമീപം കാറിനു പുറകിൽ സ്കൂട്ടറിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരിയായ വേലൂർ പൂങ്ങാട്ട് വീട്ടിൽ അഖിലയ്ക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അഖിലയെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃക്കൂർ GLP സ്കൂളിലെ വിദ്യാർത്ഥികൾ പഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ആദ്യ ബാച്ചിലെ 18 വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം കുറിച്ചത്. തൃക്കൂർ ശിവപ്രസാദ്, തൃക്കൂർ ജയകൃഷ്ണൻ എന്നിവരുടെ ശിക്ഷണത്തിലാണ് കുട്ടികൾ പഞ്ചാരി മേളം അഭ്യസിച്ചത്. സ്കൂളിൽ നടന്ന ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ചേർപ്പ് AO MV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ജിഷ ഡേവിസ്, പ്രധാനാധ്യാപിക L ജസീമ, PTA പ്രസിഡന്റ് MM അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വോളണ്ടിയേഴ്സും കിടങ്ങൂർ പാടശേഖര സമിതിയും സംയുക്തമായി ഞാറുനടിയിൽ മഹോത്സവം നടത്തി. MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, NSS ജില്ലാ കൺവീനർ MV പ്രതീഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, കടങ്ങോട് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. കിടങ്ങൂർ പാടശേഖര സമിതിയും കൂടി മഹോത്സവം സംഘടിപ്പിച്ച NSS മരത്തങ്കോട് യൂണിറ്റിനെയും അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്ത കിടങ്ങൂർ പാടശേഖര സമിതിയെയും
അതുപോലെ ജനപ്രതിനിധികളെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുട്ടികളിൽ കാർഷിക ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3334 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വൻ ലഹരി മരുന്ന് വേട്ട. 2 കിലോ ഹാഷിഷ് ഓയിലും 18 കിലോ കഞ്ചാവുമായി 4 യുവാക്കളെ എക്സൈസ് പിടികൂടി. എടത്തിരുത്തി ഏറാക്കലിൽ കുടിവെള്ള വിതരണ പൈപ്പ് വീണ്ടും പൊട്ടി. 10ഓളം പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. പാവർട്ടി പഞ്ചായത്തിലെ തീരദേശ മേഖലയിലെ ശുദ്ധജല വിതരണത്തിന് ഉപയോഗിക്കുന്ന ജലസംഭരണി തകർച്ചയിൽ. വരവൂർ പിലക്കാട് പാടശേഖരത്തിൽ സഹോദരങ്ങളെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പിലക്കാട് സ്വദേശികളായ കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ രവീന്ദ്രൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് മരിച്ചത്. പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. മാള പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് വാങ്ങിയ ബെയിലിംഗ് യന്ത്രം തുരുമ്പെടുത്ത് നശിക്കുന്നു. പ്ലാസ്റ്റിക് സാധനങ്ങൾ ചാക്കിൽ കെട്ടിയിരിക്കുന്ന അവസ്ഥയിൽ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകർ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.